ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ്. ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന വാട്ടർ ക്യാനിൽ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വാട്ടർ ക്യാനിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലെയിൻ ഗ്ലാസ് വേണം. പിന്നെ ഇതേപോലത്തെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അടിയിൽ ഒരു കല്ല് വെച്ചിട്ട് ഒരു കമ്പി വെച്ച് കെട്ടി വെച്ചിങ്ങനെയാണ്. അത് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരെണ്ണം കൂടി ഞാൻ ഇതേപോലെ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ കൂടി ഞാൻ കുറച്ച് വെള്ളക്കല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മീതെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കല്ലിടുന്നത് ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഉറച്ച് നിൽക്കുന്നതിനും പിന്നെ നല്ലൊരു ഭംഗി കിട്ടുന്നതിനും വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റത്തിൻ്റെ മുകളിൽ നിൽക്കണം. പിന്നെ ഒരു 3/4 ഭാഗമായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോൾ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ വിളക്കിലേക്ക് ഉപയോഗിക്കുന്ന ഓയിലോ ഉപയോഗിച്ചാലും മതി. അപ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് തിരിയിട്ടാൽ മാത്രമേ കത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ഒരു സർഫസ് വേണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ തിരിയിട്ട് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. വലിയ ഹോളായി പോകരുത്. ആ തിരി കയറുന്നതിന് വേണ്ടി മാത്രം ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിരിക്ക് അധികം നീളമൊന്നും വേണ്ട, 1 ഇഞ്ച് അത്രയും മതിയാകും. എന്നിട്ട് ഇത് ആ എണ്ണയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കത്തിച്ച് കാണിച്ചു തരാം. അതിമനോഹരമായി നമ്മളൊരു വാട്ടർ ക്യാൻഡിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേറെ മെറ്റീരിയൽ വെച്ച് നമുക്ക് വേറെ ഒരു ക്യാൻഡിലും കൂടി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി അമർത്തി അല്ല ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്തത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതേപോലത്തെ ചെറിയൊരു പ്ലെയിൻ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലത്തെ കുറച്ച് വെള്ളം മുത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതേപോലത്തെ ഒരു ഡെക്കറേറ്റീവ് ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ള കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്, അത് ഉറച്ചിരിക്കുന്നതിന് വേണ്ടി. അത് നമുക്ക് ആ ഒരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൻ്റെ 3/4 ഭാഗമായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളപ്പൂവിന് വരെ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും കളറായിട്ടുള്ള പൂവുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മതി കേട്ടോ. നിങ്ങൾക്ക് എത്ര നേരം ഈ ഒരു ക്യാൻഡിൽ തെളിഞ്ഞ് നിൽക്കണമെന്ന് വെച്ചാൽ അത്രയും എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൽ തിരി കൊളുത്തിയിട്ട് അത് വെച്ച് കൊടുക്കാം. പിന്നെ ഈ പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള പ്ലാസ്റ്റിക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ട്രാൻസ്പെറൻറ്റ് എടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ഇതേപോലെ ഒരു സർഫസ് നമ്മൾ ഇട്ടതുപോലെ തോന്നിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എങ്ങനെയെങ്കിലും അതേപോലത്തെ പ്ലാസ്റ്റിക് ഇല്ല എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫോയിൽ പേപ്പർ എടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ കത്തിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വേറെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. പിന്നെ ഒട്ടും ചിലവില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കുന്നതാണ്. നിങ്ങളുടെ കലാബോധം അനുസരിച്ച് ഏത് സാധനങ്ങളും വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു ദിവസത്തെ ആവശ്യമേ എങ്കിലും ഉള്ളെങ്കിൽ ഫ്രഷ് ഫ്ലവറോ ഒറിജിനൽ ചെടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ചില സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊന്നും ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയിട്ടുള്ളതല്ല. എൻ്റെ കയ്യിൽ ഒത്തിരി നാളുകൾക്കായി ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ ഇതിനു വേണ്ടി എൻ്റെ കയ്യിൽ വേറെ എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ എക്സ്പെൻസീവ് ആയതുകൊണ്ട് വില കുറഞ്ഞ ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ചാൽ മതി.
തിരിക്ക് വേണ്ടി ഞാൻ വിളക്കിൻ്റെ തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ ട്വൈൻ ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ പഞ്ഞിയോ ചെറിയ കഷ്ണം തുണിയോ തിരിയുടെ രീതിയിൽ ചുരുട്ടി എടുത്താൽ മതി. തിരിക്ക് അധികം നീളമൊന്നും വേണ്ട, 1 ഇഞ്ച് മതിയാകും. അപ്പോൾ ഇതേ നമ്മൾ 3 ഡെക്കറേറ്റീവ് ഐറ്റം വെച്ച് ക്യാൻഡിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഡെക്കറേറ്റീവ് ഐറ്റം ഒന്നും ഇല്ല, ഇതിനേക്കാളും സിമ്പിളായിട്ട് തയ്യാറാക്കാം എന്നാണെങ്കിൽ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു ചെറിയ പ്ലെയിൻ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ ഇരുന്ന് ഉണ്ടാക്കുന്നതേ ഉള്ളൂ, ഒരു ഗ്ലാസ് എടുത്ത് വന്നിരുന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3/4 ഭാഗമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ ഞാനിതിൽ ഏകദേശം 3/4 ഭാഗമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു സ്കെച്ച് പെന്നാണ്. അതിൽ ബാക്കിലുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ഊരിയെടുത്ത് അതിലുള്ള ലീഫ് ഫില്ലർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ആ ഒരു ലീഫ് ഫില്ലർ നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോഴേ അതിലുള്ള കളറ് പുറത്തേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിവിടെ പിങ്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് കളറ് വരുന്നതിന് വേണ്ടി അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കളറ് താനേ വന്നോളും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ നെക്കിയപ്പോൾ പെട്ടെന്ന് കളറ് വന്നതാണ്. ഇങ്ങനെ വരുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ വെള്ളത്തിലിട്ട ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് കളറ്, ആ ഡാർക്ക് കളറ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴും. എന്നിട്ട് ആ ഒരു ലീഫ് ഫില്ലർ വെച്ച് തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡാർക്ക്നെസ് വേണമെന്ന് വെച്ചാൽ അത്രയും കളറ് ചേർക്കുക. ഇപ്പോൾ ലൈറ്റായിട്ടാണെങ്കിൽ ആ ഒരു കളർ തന്നെ ഒരു കുറച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി, അപ്പോൾ ലൈറ്റ് കളർ കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അല്പം കൂടി ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് ഒരു ലീഫ് ഫില്ലർ എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്, ഇതിലേക്ക് എണ്ണ മീതെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ എങ്ങാനെങ്കിലും എണ്ണ തീരുകയാണെങ്കിൽ പിന്നീട് അതങ്ങോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, അത് വീണ്ടും അതേപോലെ തന്നെ കത്തി നിന്നോളും, അതിനൊരു പ്രശ്നമൊന്നും വരികയില്ല. എന്നിട്ട് ഇതിൻ്റെ മീതെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ച അതേപോലെ തന്നെ ആ ഒരു തിരി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കത്തിച്ച് കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ക്യാൻഡിൽ തയ്യാറാക്കിയിട്ടാണ്. ഇതിനധികം നേരമൊന്നും വേണ്ട, 1 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മളിവിടെ എല്ലാം ചെയ്ത് തീർന്നിട്ടുണ്ട്. പിന്നെ ഇത് നടുക്കുള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് പെബിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലും പെബിൾസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് ഡെക്കറേറ്റീവ് ഐറ്റമാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. പിന്നെ ഈ നടുക്കത്തെ ഞാൻ നേരത്തെ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കത്തിച്ച് വെച്ചപ്പോൾ അത് 2 മണിക്കൂർ കെടാതെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കെടുത്തിയതാണ്, അല്ലാണ്ട് തന്നെ അത് കെട്ടുപോയതല്ല. അപ്പോൾ ഇത് എത്ര നേരം വേണമെങ്കിലും ഇത് കെടാണ്ട് നിന്നോളും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഭംഗിയാണ് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലത്തെ ഒരു അടിപൊളി ക്യാൻഡിൽ തയ്യാറാക്കി വെച്ചാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ ഇനി വരും. അതുവരെ ബൈ.